അച്ഛനായാലും മന്ത്രിയായാലും ഈ ചാൾസിനെ എതിർക്കാൻ സമ്മതിക്കില്ല. ആരെ ചാൾസ്, ചാൾസ്, എന്താ? മോൻ വിളിച്ചിട്ട് കിട്ടിയിരുന്നോ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അവൻ എന്നെ വിളിച്ചിരുന്നു. അവന് കമ്പനി അപ്പാർട്ട്മെന്റ് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. കമ്പനിക്ക് അടുത്ത് തന്നെയാണ്, ബാംഗ്ലൂർ സിറ്റിയില്. നാളെ ജോയിൻ ചെയ്യും. നിന്നെ വൈകുന്നേരം വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചോളൂ. അടുത്ത് പള്ളിയൊക്കെ ഉണ്ടോ? ഉണ്ട്. സൂസൻ, പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണമെന്നില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേട്ടു. ദൈവദോഷം പറയല്ലേ ചാൾസ്. ഞായറാഴ്ച പരിശുദ്ധ കുർബാന മുടക്കാൻ പാടില്ല. കടമുള്ള ദിവസമല്ലേ. ഇവിടെ വെച്ച് തന്നെ അവൻ എത്ര നിർബന്ധിച്ചിട്ടാണ് പള്ളിയിൽ പോയിരുന്നത്. വാ, സന്ധ്യത്തിരി കത്തിക്കാറായി. കർത്താവിന്റെ മാലാഖ ചെല്ലാം. എനിക്ക് 2 മെയിലൂടെ ചെക്ക് ചെയ്യാണ്ട്. നീ പോയി ചെല്ലിക്കോ, ഞാൻ പിന്നീട് ചെല്ലിക്കോളാം. ഓ, പിന്നെ ചെല്ലലൊക്കെ കണക്കാ. ഇത് കണ്ടല്ലേ മക്കളൊക്കെ പഠിച്ചത്. അതെങ്ങനെയാ? മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? ആ ശരി, നീ അവിടെ വെയിറ്റ് ചെയ്യേ. ഞാൻ 10 മിനിറ്റിനകം എത്തും. ഓക്കെ. ചാൾസേ, നിനക്ക് ചായ വേണോ? വേണ്ട, ഞാൻ കുടിച്ചതാ. ആ, നമ്മുടെ അച്ഛനെ പട്ടോടയിലേക്ക് മാറ്റി. ആ, തട്ടിയല്ലേ? ആ, അച്ഛൻ ഇച്ചിരി 2 കൂടുതലാ. നന്നായി അനുഭവിക്കട്ടെ. എന്താ ചാൾസേ, അച്ഛൻ എന്ത് പറ്റി? എന്ത് പറ്റാനാ? അച്ഛന് ശരിക്കും അറിയത്തില്ല. എന്റെ പിടിപാടും പൊസിഷനും ഒന്നും അച്ഛനിപ്പോൾ മനസ്സിലായി കാണും. പട്ടവടയിലേക്ക് മാറ്റിയപ്പോൾ അനുഭവിക്കട്ടെ. നീ എന്ത് മഹാപാപമാടാ ചെയ്തത്? ഇത്രയും നല്ല അച്ഛനെ നിനക്ക് എങ്ങനെ തോന്നി ഈ ദ്രോഹം ചെയ്യാൻ? അച്ഛനായാലും മന്ത്രിയായാലും ഈ ചാൾസിനെ എതിർക്കാൻ സമ്മതിക്കില്ല. ആരെ ഈ പാപമൊക്കെ നീ എങ്ങനെ കഴുകിക്കളയും? വെറുതെ ദൈവകോപം വരുത്തി വെക്കരുത്. എന്ത് കോപം? ഒപ്പാ വെറുതെ ഇരിക്കും.
എന്താ ചാൾസ് തിരിച്ചു വന്നത്? എന്തെങ്കിലും മറന്നോ? ആ ക്രിസ്റ്റി, ക്രിസ്റ്റിക്ക് എന്ത് പറ്റി? അവൻ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തിന്? മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ബാംഗ്ലൂർ പോലീസ് വിളിച്ചിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മിനിസ്റ്റർ ജോണിനെ ഒന്ന് കണ്ടിട്ട് വേണം പോവാൻ. ചാൾസ്, നീ പേടിക്കേണ്ട, ഞാൻ ഈസിയായി അവനെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ചോറ് വിളമ്പാ. Sorry, Papa. I'm extremely sorry. എടാ മോനെ, വിഷമിക്കേണ്ട. ഇത്രയും പണം മുടക്കി നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ? എന്റെ അഹങ്കാരം, ധിക്കാരം, അനുസരണയില്ലായ്മ ഇതൊക്കെയാണ് എന്റെ ജീവിതം നശിക്കാൻ കാരണം. മോനെ ക്രിസ്റ്റി, ഇനിയെങ്കിലും നീ ദൈവവിശ്വാസത്തോടെ ജീവിക്കേ. ജീവിതം ആസ്വദിക്കുന്നത് ദൈവത്തോടു കൂടി ആയിരിക്കണം മോനെ, എങ്കിലേ ഉള്ളിൽ സന്തോഷമുണ്ടാകൂ. ഓ, ഉപദേശം തുടങ്ങി. എല്ലാവരും ഊണ് കഴിക്കാൻ വാ. ക്രിസ്റ്റി, വാ മോനെ. നിന്റെ അഹങ്കാരവും ദൈവത്തെ പോലും മറന്നുള്ള നിന്റെ ജീവിതവുമാണ് അവനെ ഈ വഴിയാക്കി. മോനെ, 1 വർഷം മുമ്പ് നീ ചെയ്ത ആ വലിയ തെറ്റ് മറന്നു കാണത്തില്ല. കർമ്മഫലം എന്നൊന്നുണ്ട് മോനെ, മറക്കരുത്. അച്ചോ, ഞങ്ങളൊരു കാര്യം അറിയുവാൻ വേണ്ടി വന്നതാ. ഇരിക്ക്. എന്താ ചാൻസ് അറിയേണ്ടത്? ചികിത്സാ ഫണ്ടിനായി കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്നും കിട്ടിയ തുകയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് വ്യക്തിപരമായിട്ട് പറയേണ്ട ആവശ്യം ഉദിക്കുന്നില്ലല്ലോ. സാധാരണ പള്ളി മീറ്റിങ്ങുകളില്, ഈ വാർഡ് മീറ്റിങ്ങുകളിൽ അങ്ങനെയൊക്കെയാണ് സാധാരണ പറയുക. വികാരിച്ചിന്റെ അധ്യക്ഷതയിലോ അങ്ങനെയൊക്കെ കൂടിയിട്ടല്ല ചെയ്യുന്നത്. ചാൾസ്, എനിക്ക് പള്ളിയുടെയോ പള്ളിക്കാരുടെയോ പള്ളിയായിട്ട് ബന്ധപ്പെട്ട സാധനം ഒരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. നിങ്ങളെ പോലെ തന്നെ പല ആൾക്കാർക്ക് ഇടഭാഗങ്ങൾ മുഴുവനും ഇതിനകത്ത് പൂർണ്ണമായിട്ട് സഹകരിച്ച ആൾക്കാർ അവരാരും ഇങ്ങനെ കണക്കുകളുമായിട്ട് ചോദിച്ചിട്ട് വരുന്നില്ല. അച്ചോ, ആ പരിപാടിയില് മുഴുവൻ സമയവും സഹകരിച്ചവരാ ഞങ്ങള്. അപ്പം അതിന്റെ കണക്കറിയാനും ഞങ്ങൾക്ക് അറിയണമല്ലോ. ഇതിനു മുമ്പ് പലതവണ നിങ്ങൾ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഞാൻ ക്ഷമിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ക്ഷമിക്കുന്നു. അനാവശ്യമായിട്ട് തിരിച്ച് മറുപടി പറഞ്ഞ് ക്രാഷ് ഉണ്ടാക്കേണ്ടതുകൊണ്ട് മാത്രമാണ് ക്ഷമിക്കുന്നു. ഈശോയെ പഠിപ്പിച്ച പാഠം അതാണ്. സ്വന്തം പാഠം പഠിപ്പിച്ച് വായനയെ കൂടെ മാത്രം പോരാ, പ്രവൃത്തിയെ കൂടെ കാണിക്കണം. അച്ചോ, അച്ഛന്റെ സാരോപദേശം ഒന്നും വേണ്ട. അടുത്ത ഞായറാഴ്ച വരെ കാത്തിരുന്ന പറ്റും. പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും പറയാൻ പറ്റില്ല എന്ന് അച്ഛനങ്ങ് തീരുമാനിച്ചാൽ മതിയോ?
അച്ചോ, ഈ പള്ളിയിൽ ഇരുന്ന അച്ഛന്മാരാരും എന്നെ പിണക്കിയിട്ടില്ല. അച്ഛന് ഈ ചാൾസിനെ ശരിക്കും മനസ്സിലായിട്ടില്ല. അച്ഛൻ വിചാരിച്ചനായിട്ട് ഈ പള്ളിയിൽ അധികം കാലം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ നിങ്ങൾ ചെല്ല, എനിക്ക് തിരക്കുണ്ട്. പോവാം. എന്ത് പറ്റി? പപ്പായോട് ഞാൻ ഇന്ന് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ല. മക്കൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് സ്നേഹിക്കാനേ കഴിയും. നീ ദൈവത്തിന്റെ വഴി മറന്ന് ലോകത്തിന്റെ വഴിയെ പോയപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ചൊല്ലിത്തീർത്ത ജപമാലകൾക്കൊരു കണക്കുണ്ട്. ഒരാത്മാവും നഷ്ടപ്പെടരുതല്ലോ. അപ്പച്ച, പണമാണ് വലുതെന്ന് ഞാൻ കരുതി. പണമാണ് സ്ഥാനമാനങ്ങളുടെ മാനദണ്ഡമെന്ന് ഞാൻ കരുതി. പണം മനുഷ്യനുണ്ടാക്കുന്നതല്ലേ മോനെ, അത് അനുഭവിച്ച് ജീവിക്കാനുള്ള വരം തമ്പുരാനാണ് തരേണ്ടത്. ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റിലുമുള്ളവരുടെ ഉള്ളവരിലും അതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് ഓർക്കണം മോനെ. എനിക്ക് തെറ്റ് മനസ്സിലായി പപ്പ. എല്ലാം ഞാൻ കാരണമാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നീ സേവ്യറച്ചനെ പോയി ഒന്ന് കണ്ട് മാപ്പ് പറയണം. ദൈവം പൊറുക്കത്തില്ല മോനെ. നീ ചെയ്തത് എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുതെന്നാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ പോലും നമുക്ക് അർഹതയില്ല. പപ്പ, ഞാൻ സേവ്യറച്ചനെ കാണാൻ പോയിരുന്നു. പക്ഷേ അച്ഛൻ யாரு நீங்க? അച്ഛൻ ഇവിടെ ഇല്ലേ? இல்லையே. எங்க இருந்து வரீங்க? ശിവരത്തിനല്ലേ ഇവിടെ ഇപ്പോൾ വികാരി? இல்லையே, செவிரசன் இல்லையே. அவங்க இருந்து 6 மாசம் ஆச்சே. ஏதோ ஹோலி மாஸ்க்கு நடுவில் நெஞ்சு வலி அப்படின்னு சொல்லி ஹாஸ்பிட்டலுக்கு கூட்டு போனேன். போன வழியிலேயே போயிட்டேன். എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ കർത്താവേ,
അപ്പച്ച, ദൈവത്തിന് എതിരായിട്ട് ഇനി ഞാനൊരു പാവവും ചെയ്യുകയില്ല. ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. എന്തിനാണ് സ്ഥിതി? ആ സോണി ബാ ഇരിക്ക്. നീ വന്നതറിഞ്ഞിരുന്നു. ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് കരുതി ഇറങ്ങാതിരുന്നത്. എന്തു പറ്റിയതാടാ നീ ഇങ്ങനെ? എന്റെ ബാംഗ്ലൂർ ജീവിതം എന്റെ ലൈഫാകെ മാറി. എന്റെ ജോബ്, എന്റെ ഹൈ സാലറി, എന്റെ റിയ. പക്ഷെ നീ എങ്ങനെ ഡ്രഗ്സ് കേസിൽ പെട്ടു? അവിടെ പോയതോടെ എന്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാം വലുതായി. നൈറ്റ് പാർട്ടീസ്, ക്ലബ്, ഡ്രിങ്ക്സ്, ഡ്രഗ്സ് എല്ലാമായി. പിന്നെ എന്റെ റൂമിൽ ഫ്രണ്ട്സ് ഡ്രഗ്സ് ഒക്കെ ഒഴിച്ചു. പപ്പാന്റെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാം കഴിഞ്ഞില്ലേ? ഒരു പുതിയ ജീവിതം, നന്മയുള്ള ജീവിതം, അതാണ് ലക്ഷ്യം. നിനക്ക് നല്ലതേ വരൂ. ഇറങ്ങട്ടെ, ഞാൻ പിന്നെ വരാം. ഓക്കേടാ, ഓക്കെ ബൈ. പ്രിയയുടെ അമ്മയല്ലേ? ഞാൻ ചാൾസ്. ഇത് എൻ്റെ മോൻ ക്രിസ്റ്റി. പ്രിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രിയയും ക്രിസ്റ്റിയും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഇല്ല, അവളമ്മയൊന്നും പറഞ്ഞിരുന്നല്ലോ. അമ്മ, ഞങ്ങൾ അവിടെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് പിരിയേണ്ടി വന്നു. എല്ലാം എൻ്റെ മകന്റെ തെറ്റ് തന്നെയാണ്. ഇപ്പോൾ അവൻ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അതെ അമ്മ, ഞാൻ റിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വീട്ടുകാരുടെ സമ്മതം ചോദിക്കാനാ വന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് അവൾ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പലപ്പോഴും ചോദിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കാര്യമല്ലേ? റിയ എവിടെ ഇല്ലേ? അവൾ കുറച്ച് വർഷങ്ങളായിട്ട് ഹൈദരാബാദിൽ ഒരു IT കമ്പനി ജോലി ചെയ്യുക. ഞാൻ അവളോട് സംസാരിച്ചിട്ട് പറയാം കേട്ടോ. അവൾ വിവാഹമേ വേണ്ടെന്നുള്ള നിലപാടില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ? ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട, ഇനിയും സമയമുണ്ടല്ലോ.